ഹലോ, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഞങ്ങൾ പകർച്ച മേടിക്കാൻ പോകുമ്പോൾ കാണിച്ചു തരാം ഗുരുവായൂർ എന്നുള്ളത്. അപ്പോൾ ഉത്സവത്തിൻ്റെ പകർച്ച കിറ്റ് മേടിക്കാൻ പോയതാണ് കേട്ടോ. അപ്പം ഇവിടെ വൃന്ദാവനം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിൽ തിരുവാതിരക്കളി ഉണ്ടാവും കേട്ടോ. എപ്പോഴും രാവിലെ 6 മണിക്കൊക്കെ തുടങ്ങുന്നതാണ്. ഇതിവിടെ പല സ്റ്റേജ് ഉണ്ടാവും കേട്ടോ. കിഴക്കേ നടയിലും പടിഞ്ഞാറ് നടയിലും തെക്കേ നടയിലൊക്കെ സ്റ്റേജസ് ഉണ്ട്. അവിടെയൊക്കെ ഇതുപോലെ ഓരോ പരിപാടികളുണ്ടാവും. ഇതാണ് കേട്ടോ പകർച്ചയുടെ കാർഡ് വരുന്നത്. ഇതുപോലത്തെ ഒരു കാർഡ് ഉണ്ടാവും. ഇത് പല കളറിൽ പല വേരിയേഷനിൽ വരും കേട്ടോ. ഓരോ ഇതനുസരിച്ച് ചോറ്, മോരുകറി, പപ്പടമാണ് കേട്ടോ ഇന്നുണ്ടായിരുന്നത്. പിന്നെ രാവിലെ പൊന്നൂട്ടനെ കൊണ്ടുപോകാത്ത കാരണം ഞങ്ങൾ രാത്രി ഒരു 8:30 കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് MG ശ്രീകുമാറിൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു. അതിന് ശേഷം ഞങ്ങളവിടെയൊക്കെ ചുറ്റും കണ്ടു. കാരണം അവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ടത് കൊണ്ട് ചുറ്റും നടന്ന് ലൈറ്റൊക്കെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ചുറ്റും ലൈറ്റൊക്കെ കണ്ടു. കുറേ വെറൈറ്റി ലൈറ്റും വീഡിയോസ് ഉള്ള പോലത്തെയൊക്കെ മൂവബിളായിട്ടുള്ള ലൈറ്റ്സൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാം പൊന്നൂട്ടന് നല്ല ഇഷ്ടമായിട്ടോ. പൊന്നൂട്ടൻ ലിറ്റിൽ കൃഷ്ണനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതിന് ശേഷം ഞങ്ങൾ പടിഞ്ഞാറ് നടയിലേക്ക് നടന്നപ്പോൾ ഇവിടെ കേട്ടോ കലവറ വരെ ഉത്സവത്തിൻ്റെ എല്ലാ സാധനങ്ങളും പാളയുടെ പ്ലേറ്റും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും. പിന്നെ കറിക്കൊക്കെ അരിയുന്നത് ഇവിടെ വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഓൾറെഡി കറിക്കൊക്കെ അരിഞ്ഞിങ്ങടെ ഓൾറെഡി മൂടി വെച്ചു. കാരണം നേരം വൈകിയല്ലോ. കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ ഇതൊക്കെ അരിയുന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഈ സമയത്തൊക്കെ അവിടെ നമ്മളിങ്ങനെ നടന്ന് ഇതിൽ കൂടെ പോകുമ്പോൾ. പിന്നെ അവിടെ നിന്ന് തൊഴുതിട്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. ഈ വരുന്ന ആളെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.